ശ്രീ പി അബ്ദുൽ ഹമീദ്. സർ, ഈ നിക്ഷേപകർക്ക് ആവശ്യമായ മൂലധനം കണ്ടെത്തുവാൻ സാധ്യമാകും വിധം സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ബാങ്കുകളിൽ നിന്നും വ്യാവസായിക മേഖലയ്ക്ക് നൽകി വരുന്ന വായ്പകൾക്ക് കൂടുതൽ ആകർഷണീയത കൊണ്ടുവരാൻ ഇടപെടലുകൾ നടത്തുമോ? സർ, അതുപോലെ തന്നെ ഈ സംസ്ഥാന ബാങ്കിംഗ് സമിതിയിൽ യോഗങ്ങളിലൊക്കെ ഇടപെട്ടാൽ ഇതിന് പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കും, മറ്റൊരു ശ്രമം മന്ത്രിയുടെ ഭാഗത്തുണ്ടാവുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ബഹുമാനായ അംഗം ചോദിച്ചത് വളരെ പ്രസക്തമായ കാര്യമാണ്. കേരളം പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ CD റേഷ്യോ. അത് ബാങ്കുകളിൽ നിന്നുള്ള ഈ വായ്പയും നിക്ഷേപവും തമ്മിലുള്ള അനുപാതം കേരളത്തിൽ വളരെ കുറവാണെന്നത് യാഥാർത്ഥ്യമായിരുന്നു. നേരത്തെ അത് 65-68% ആയിരുന്നു. എന്നാൽ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ പലതിലും 100-ന് മുകളിലാണ് ഈ CD റേഷ്യോ. എന്ന് വെച്ചാൽ 100 രൂപ നിക്ഷേപം കിട്ടിയാൽ 105-110 അവിടെ വായ്പ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വായ്പ അവിടെ നിക്ഷേപമായി മാറുകയാണ്. ബഹുമാനായ മുഖ്യമന്ത്രി പല ഘട്ടങ്ങളിലും ഈ SLBCയിൽ സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റിയിൽ അദ്ദേഹം തന്നെ ഇക്കാര്യം ഉന്നയിച്ചിരുന്നു. വ്യവസായ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ഞാൻ ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ആ യോഗത്തിലും ഈ CD റേഷ്യോ ഉന്നയിച്ചു. SLBC കൺവീനറുമായി തുടർച്ചയായി ചർച്ച നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഒരു മാറ്റം CD റേഷ്യോയിൽ സംഭവിച്ചിട്ടുണ്ട്. 75% മുകളിലേക്ക് ആ CD റേഷ്യോ വന്നിട്ടുണ്ട്. ലീഡ് ബാങ്ക് കാനറ ബാങ്കാണ് കേരളത്തിൻ്റെ. അവർ ഏകദേശം 100% തന്നെ അവരുടെ CD റേഷ്യോ വന്നിട്ടുണ്ട്. അവരുടെ SLBCയുടെ തന്നെ കഴിഞ്ഞ ആനുവൽ മീറ്റിംഗിൽ വച്ച റിപ്പോർട്ടിൽ കേരളത്തിൽ MSME സെക്ടറിൽ കൊടുത്തിട്ടുള്ള ലോൺ എന്നുള്ളത് 96,000 കോടി രൂപയായി മാറിയിരിക്കുന്നു. 48,000 കോടിയിൽ നിന്ന് 96,000 കോടിയിലേക്ക് കേരളത്തിൽ MSMEയിൽ ബാങ്കിൻ്റെ വായ്പ വർദ്ധിച്ചു എന്ന് കണ്ടാൽ അതിൻ്റെ അർത്ഥം നല്ല രീതിയിൽ MSMEകൾ കേരളത്തിൽ വരുന്നു എന്നുള്ളതാണ്. എന്നാൽ അതിനകത്ത് നാം കാണേണ്ടത് താഴെ തലങ്ങളിൽ ബാങ്കുകളിലെ സംവിധാനങ്ങളിൽ സംരംഭകർക്ക് കുറേ കൂടി അനുകൂലമായ ഒരു മനോഭാവം രൂപം കൊള്ളേണ്ടതുണ്ട്. അത് ഞങ്ങളും അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ കൂടി മാറ്റം വന്നാൽ ബാങ്കുകളെ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് തന്നെയാണ് കേരളത്തിൻ്റെ വ്യവസായ മേഖലയിൽ മുന്നേറ്റം നമുക്ക് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ.